നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാൻ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ തീരുമാനം. ഉഭയകക്ഷി ചർച്ചയിൽ ഇക്കാര്യം ഉന്നയിക്കുമെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. 3 ടേം വ്യവസ്ഥ സംബന്ധിച്ചും പ്രവർത്തക സമിതിയിൽ ചർച്ചയായി. UDF-ലെ സീറ്റ് വിഭജന ചർച്ചയിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനാണ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിന്റെ തീരുമാനം. കോൺഗ്രസുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വിജയസാധ്യത മാത്രമാണ് സ്ഥാനാർത്ഥിത്വത്തിനുള്ള മാനദണ്ഡം. പരിചയസമ്പന്നരും പുതുമുഖങ്ങളും സ്ഥാനാർത്ഥികളായി ഉണ്ടാകും. സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യവും ചർച്ച ചെയ്യും. ജനുവരി 15 മുമ്പ് UDF-ലെ ഘടകകക്ഷികൾ തമ്മിലുള്ള സീറ്റ് വിഭജനം പൂർത്തിയാക്കണം എന്നാണ് UDF യോഗത്തിൻ്റെ തീരുമാനം. അതനുസരിച്ച് അടുത്ത് തന്നെ ഉഭയകക്ഷി ചർച്ച കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഘടകകക്ഷികളുടെയൊക്കെ മനസ്സറിഞ്ഞതിന് ശേഷം മുസ്ലിം ലീഗും ഒരു സ്ട്രാറ്റജി തയ്യാറാക്കി കൂടുതൽ ഗൗരവതരമായ ചർച്ചകളിലേക്ക് നടക്കും. UDF-ന്റെ ആശയങ്ങളുമായി യോജിക്കുന്ന എല്ലാ വിഭാഗങ്ങളെയും സംഘടനകളെയും കൂട്ടിയോജിപ്പിച്ചു പോകണം. മുന്നണി വിപുലീകരണത്തിന് ലീഗ് മുൻകൈയെടുക്കും. 3 ടേം വ്യവസ്ഥ സംബന്ധിച്ച് അന്തിമ തീരുമാനം പിന്നീടെന്നും PMA സലാം പറഞ്ഞു. SIR-മായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തലങ്ങളിൽ ഈ മാസം 10-ന് മെഗാ ക്യാമ്പ് സംഘടിപ്പിക്കാനും ലീഗ് നേതൃത്വം തീരുമാനിച്ചു. വർഗീയ പരാമർശം നടത്തിയ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കണമെന്ന് ലീഗ് പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.